പട്ടാമ്പി മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി പരിധിയിലെ വിവിധ വീടുകളിൽ ഗൃഹസന്ദർശനം നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലെത്തി തൊഴിലാളികളോടും വോട്ടഭ്യർത്ഥിച്ചു. സംസ്ഥാനം മാറ്റത്തിന്റെ വക്കിലാണെന്ന് സ്ഥാനാർത്ഥി പ്രതികരിച്ചു. കേരളം മുഴുവന് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ഇത്രയും കാലം ഉണ്ടായിരുന്നു. നമുക്കിപ്പോ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പോലെയുള്ള പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന സമയത്ത് അതൊക്കെ അട്ടിമറിക്കപ്പെടും. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളുടെയും പ്രയോജനം താഴെ തട്ടിലെത്തുന്നില്ല. അപ്പൊ അത് എത്തണമെങ്കിൽ കേരളത്തിലും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പദ്ധതികൾ എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ പല പദ്ധതികളും ഒരുപാട് വൈകിട്ട് ഇപ്പൊ നമുക്കറിയാം, ഈ റോഡിന്റെ പണി, നമ്മുടെ തൊട്ട് മുമ്പിലുള്ള റോഡിന്റെ പണി തന്നെ വലിയ വികസനം എന്നൊക്കെയാണ് പറയണത്. പക്ഷെ എത്ര കൊല്ലായി? 3 കൊല്ലത്തിലേറെ കാലമായിട്ട് ആ റോഡ് പണി ആരംഭിച്ചു. ഇപ്പോഴും അത് എത്തിയിട്ടില്ല. അതിന്റെ ഡ്രെയിനേജുകൾ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ വാടാനംകുറിശ്ശി മേൽപ്പാലം എത്ര ദിവസമായി അതിന്റെ അടിയിൽ ഇപ്പോഴും ലോറി കുടുങ്ങി കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ നേരിൽ കാണുന്നതാണ്. 3 കൊല്ലമായി ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് വേണം. നമുക്ക് വികസനം താഴെ തട്ടിലെത്തണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് മുനിസിപ്പാലിറ്റി പരിധിയിലെ വിവിധ വീടുകളിൽ ഗൃഹസന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിച്ചു. തുടർന്ന് പട്ടാമ്പിയിലെ വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുമായി സംവദിച്ചു. കേരള സംസ്ഥാനം മാറ്റത്തിന്റെ വക്കിലാണെന്ന് സ്ഥാനാർത്ഥി പി മനോജ് പറഞ്ഞു. പട്ടാമ്പിയിലെ വികസന മുരടിപ്പിനെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന നയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇടതു വലതു മുന്നണികളുടെ സമീപനം മൂലം കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്താത്തതിനെ സംബന്ധിച്ചുമുള്ള ലഘുവിവരണം നടത്തി. തുടർന്ന് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. ബി.ജെ.പി പട്ടാമ്പി മണ്ഡലം ഭാരവാഹികളും മഹിളാ മോർച്ച ഭാരവാഹികളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റൗണ്ട് എല്ലാ ഭാഗത്തും ഞങ്ങൾ വീടുകളിൽ പ്രധാനപ്പെട്ട ആളുകളെയും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ കൊപ്പം ടൗണിൽ രാവിലെ ഇറങ്ങി, ഇന്ന് മേലെ പട്ടാമ്പി ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. പരമാവധി ഈ കുറച്ച് സമയമാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടുള്ളതെങ്കിലും പരമാവധി ആളുകളെ നേരിട്ട് കാണാനും വീടുകളിൽ ചെല്ലാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരം ഭാഗങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങൾ നടത്തുന്നത്, സ്വീകരണ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. അതും ഇപ്പോൾ കുലുക്കല്ലൂര് പഞ്ചായത്ത്, കൊപ്പം പഞ്ചായത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് നല്ല തരത്തിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2 മുന്നണികളും മാറി മാറി ഭരിച്ച കേരളത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അവരുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളും അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ബി.ജെ.പിക്ക് ലഭിക്കുന്നത്.